ഈ ഈ അപകടം വന്നതിന് ശേഷം ആരാണ് ഈ അപകടം ഉണ്ടാക്കുന്നതിൻ്റെ ഉത്തരവാദി എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നൊരു ചർച്ച. ആമയിഴഞ്ചാർ റോഡിൽ ഒരുപാട് മാലിന്യങ്ങൾ കുന്നുകൂടുകയും മനുഷ്യന് കണ്ടാലറയ്ക്കുന്ന രീതിയിലുള്ളൊരു സാഹചര്യം നിൽക്കുകയും ചെയ്യുമ്പോൾ സലീം മാലിക് നമുക്കൊപ്പം ചേരുന്നു. സലീം, പറയൂ. SKN ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ അതിലെ ഉത്തരവാദി ആര് എന്നുള്ളതിൽ പരസ്പരം പഴിചാരുകയാണ് റെയിൽവേയും നഗരസഭയും. നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, ഇത് ഈ രണ്ട് കൂട്ടർക്കും ഇതിലെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈ കഴുകാൻ പറ്റില്ല. കാരണം ഒരു സാധു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി രാവിലെ ഈ മാലിന്യ കൂമ്പാരം നീക്കാൻ ഇറങ്ങിയ ഒരു സാധു മനുഷ്യൻ കഴിഞ്ഞ 8-8.5 മണിക്കൂറായി ഇതിലേക്ക് പോയിട്ട് പോലും അത് കൃത്യമായി രക്ഷിച്ചെടുക്കാൻ കഴിയാത്തത് ആരുടെ വീഴ്ചയാണ് എന്ന് ആത്മപരിശോധന ഇരു കൂട്ടരും നടത്തേണ്ടതാണ്. സ്വാഭാവികമായും നഗരസഭയുടെ ഒരു വാദം റെയിൽവേയുടെ ഭൂമിയാണ്, റെയിൽവേയുടെ ഭൂമിയിലേക്ക് കയറിയാൽ അവർ നേരത്തെ കേസ് ഉൾപ്പെടെ വന്ന സാഹചര്യമുണ്ട്, റെയിൽവേയുടെ ഭൂമിയിൽ അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞ് കേസ് ഉൾപ്പെടെ വന്ന സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞ് നഗരസഭ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം പ്രതി റെയിൽവേ ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം റെയിൽവേയുടെ ഭൂമിയിൽ ഇത്രയധികം മാലിന്യങ്ങൾ കിടന്നിട്ടും അത് നീക്കം ചെയ്യാൻ കഴിയാത്തത് അവരുടെ വീഴ്ച തന്നെയാണ്. പ്രധാനമായും നഗരസഭാ ജീവനക്കാർ തന്നെ 19-ാം തീയതി റെയിൽവേക്ക്, ജൂൺ 19-ന് റെയിൽവേക്ക് ഒരു നോട്ടീസ് നൽകിയിരുന്നു. ഇതിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞതുമാണ്. 6 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞെങ്കിലും അതുണ്ടായില്ല. അതോടുകൂടി തന്നെ പിന്നീട് മറ്റ് നടപടികളിലേക്കും നിയമ നടപടികളിലേക്കും കടക്കുമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് ഒരു ടെൻഡർ വിളിക്കുകയും അതിനെ തുടർന്നുള്ള ഒരു ഉപകരാർ വിളിക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം പിന്നീട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തു. അതും ഈ മഴക്കാലത്ത് തന്നെ, കഴിഞ്ഞ ഇത്രയധികം കാലം വേനലൊക്കെ കടുത്ത വേനൽ സംസ്ഥാനത്തുണ്ടായിരുന്ന സമയത്ത് പോലും ഇവിടുത്തെ മാലിന്യം നീക്കം ചെയ്യാൻ ഉത്തരവിടാതെ അങ്ങനെ ഒരു മഴക്കാലം നോക്കി ഇവിടുത്തെ മാലിന്യം നീക്കം ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. അതുകൊണ്ട് റെയിൽവേക്ക് അത് നേരത്തെ ആവാമായിരുന്നു. മാത്രമല്ല നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത് റെയിൽവേയുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് കൈ കഴുകാനും കഴിയില്ല. കാരണം ആമയിഴഞ്ചാൻ തോടിൽ റെയിൽവേയുടെ ഭൂമി അല്ലാത്ത സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നതൊക്കെ തിരുവനന്തപുരത്ത് നഗരവാസികൾക്കൊക്കെ അറിയാം. അത്രയധികം മാലിന്യ കൂമ്പാരമാണ്. നമുക്ക് ഒരു ദൃശ്യങ്ങളിലേക്ക് സിറിൽ ആ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുക. തൊട്ടപ്പുറത്തെ നമ്മളിപ്പോൾ ഈ ജോയ് അപകടത്തിൽപ്പെട്ട ഈ തോട് ഇതാണ്. അതിന്റെ തൊട്ടപ്പുറത്തേക്കുള്ള ദൃശ്യങ്ങൾ നമുക്കൊന്ന് പാൻ ചെയ്ത് കാണിച്ചാൽ തൊട്ടപ്പുറത്ത്, ഇതിനപ്പുറത്ത് ആ ദൃശ്യങ്ങൾ അത്രയധികം മാലിന്യം ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഏറെക്കുറെ അതിന് സമാനമോ അതിൽ കൂടുതലോ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ മാലിന്യങ്ങൾ ഇപ്പോൾ ഈ ഫയർഫോഴ്സിന്റെയും നഗരസഭയുടെയും ജീവനക്കാർ ചേർന്ന് നീക്കം ചെയ്തതാണ്. തൊട്ടപ്പുറത്തെ ആ ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ അറിയാം. ഇത് ഈ പർട്ടിക്കുലർ പോർഷനിലെ മാത്രം പ്രശ്നമല്ല, ഈ നഗരത്തിലെ മുഴുവൻ, ഈ ആമയിഴഞ്ചാൻ തോടിലെ മുഴുവൻ ദൃശ്യങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ്. ഇത്രയധികം മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടിയിട്ടുണ്ട്. അതിൽ മാലിന്യം നിക്ഷേപിച്ച ജനങ്ങൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അതിലെ കുറ്റക്കാർക്ക്, ഇവിടെ ഈ മാലിന്യം കൊണ്ടിട്ടവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മാത്രമല്ല അതിന് കൃത്യമായി മാറ്റാൻ കഴിയാത്ത നഗരസഭയ്ക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഈ പോർഷൻ ഇത് റെയിൽവേയുടേതാവാം. മാത്രമല്ല നമുക്ക് ഇതിൽ നിന്നൊക്കെ തന്നെ കാണാൻ കഴിയുമോ, ഇത് എത്രയോ മണിക്കൂറുകളായി ഇങ്ങനെ മാലിന്യം നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നഗരസഭയുടെ ഈ വാഹനത്തിൽ എത്രയോ തവണ എത്രയോ ലോഡ് മാലിന്യങ്ങൾ അടിച്ചു കളഞ്ഞു. എന്നിട്ടും പോയില്ല എന്ന് മാത്രമല്ല, വെറും 200 മീറ്ററിനപ്പുറം മാത്രമാണ് ഈ ടണലുള്ളത്. ആ ടണലിന്റെ ആ 200 മീറ്ററിനിടയിൽ പോലും ഒരു മനുഷ്യൻ കുടുങ്ങിക്കിടന്നിട്ട് അയാളെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അത്രയധികം മാലിന്യങ്ങൾ ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തന്നെ 40 മീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നും പോകാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അത്രയധികം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞത് കൊണ്ട് തന്നെ അതിൽ പൊതുജനങ്ങൾക്ക്, നഗരസഭയ്ക്ക്, റെയിൽവേക്ക് ആർക്കും ഇതിലെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, താങ്ക് യു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. സ്കൂബ ടീം ഇപ്പോൾ വീണ്ടും തിരിച്ചു കയറിയിരിക്കുകയാണ്. 40 മീറ്റർ വരെ പോയിട്ടും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി മാലിന്യം നീക്കം ചെയ്താൽ മാത്രമേ അവർക്ക് തെരച്ചിൽ തുടരാൻ കഴിയൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.